നല്ലപോലെ ഇടത്ത് പിടിച്ചെടുത്താൽ മതി പുറകോട്ട്. അത് നല്ലപോലെ ബസ് ഇടത്ത് പിടിച്ച് പുറകോട്ട് എടുത്താൽ മതി. കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന് മുന്നിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ചമ്പക്കര ബസ്സും ഒരു സ്കോർപ്പിയോയും തമ്മിലാണ്. അപ്പം ഈ കട്ടറാണ് ഇവിടെ എല്ലാം പ്രശ്നം. ഈ കട്ടറിൻ്റെ അവിടെ ചവിട്ടിയപ്പോഴത്തേനാണ് ബസ് ഇപ്പുറത്തോടെ കയറി വന്നപ്പോഴാണ് അതിൻ്റെ സൈഡിലൊന്ന് ചെറുതായിട്ട് തട്ടിയത്. അതിപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ പറഞ്ഞു തീർത്ത് അത് ചെയ്തു കൊടുത്തേക്കാന്ന് പറഞ്ഞു ബസ്സിൻ്റെ ഓണർ. അപ്പോൾ ശിവരാമചന്ദ്രനൊക്കെ ഇവിടെ വന്നായിരുന്നു. അവർ ചെയ്തു കൊടുത്തേക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ കേസും കാര്യങ്ങളും ഇല്ല. ഇതിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാം. ഇതിന് പഞ്ചായത്ത് അധികാരികൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുന്നത് കുറേ കഷ്ടമാണ്. ഇവിടെ എത്രയോ ദിവസമായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരോടാ ഒന്ന് പറയുന്നത്? പുതുപ്പള്ളിയിലെ കാര്യം ആരോടാ പറയുന്നത്? ആരോടും പറയാൻ മേലാത്തൊരു അവസ്ഥയായി നിൽക്കുകയാണ്. ഇത് കണ്ടോ നിങ്ങൾ ഇവിടുത്തെ അവസ്ഥ കണ്ടോ? വാഹനങ്ങൾ വന്ന് ചാടുന്നു. ഇവിടെ ഇടി നടന്നില്ലേ അതിശയമുള്ളൂ. കണ്ടോ, ഇതുപോലെ വാഹനങ്ങൾ ഒഴുകുന്നിടത്ത് ഇവിടെ വണ്ടിക്കാരല്ല ഇത് കണ്ടോണ്ടിരിക്കുക. കണ്ടോ, ഇങ്ങനെ വണ്ടി കയറി വരുമ്പോഴത്തേനാണ് വണ്ടി തട്ടുന്നത്. കണ്ടോ, എന്നാൽ ഈ കുഴിയും കൂടെയാണ് ഈ പ്രശ്നം. എല്ലാവരും പൊടി പിടിക്കാൻ അത് പിടിക്കാൻ ഇത് കളിക്കാറ്. ഇപ്പം തന്നെ ഒരു അപകടം നടന്നുള്ളൂ. അതെ അതെ കണ്ടോണ്ടിരിക്കുക. എന്നാപ്പോഴുള്ള ആൾക്കാർ ഇത് ലിമിറ്റ് കിട്ടും. അത് നമ്മുടെ ഗ്രാമപ്പണിക്ക് മഴ പെയ്തു പോയി. കഴിഞ്ഞ ദിവസം നിങ്ങൾ നന്നാക്കിയതല്ലേ? നന്നാക്കി. മഴ പെയ്യാതെ പോയി പോട്ടെ. അതിന് സഹായിക്കാൻ പോലും ആരുമില്ല. 100 കണക്കിന് ആൾക്കാരെ ഇപ്പൊ 300 ഒരു ഓട്ടം പോയി എന്നാ കിട്ടാനാ? അതെ അത് നമ്മളും ജനം. ഇപ്പൊ ഇന്നിപ്പോ ഒരു അപകടം ഉണ്ടായി. അതിനകത്ത് പൈപ്പിനും ഒരു തള്ള അതിനകത്തില്ല. നമുക്ക് വേറെ ഒരു വണ്ടി ഒന്ന് വള്ളക്കാരി ഇടിക്കെങ്കിലോ. അതെ അതെ പിന്നെ അതെ അതെ അപകടം ഉണ്ടായി കഴിയുമ്പോ എല്ലാരും മദ്യമാരെ തടയുന്നു, തനിക്കൊടി കാണിക്കുന്നു. അതായത് അപകടം. അപ്പൊ ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യട്ടെ. പിന്നെ അതെ അതെ തീർച്ചയായും. ഇനി ഞങ്ങൾ ചെയ്യാൻ പോവാ. ഞാൻ ഇപ്പൊ പോയി ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും.